എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദേവ. മുറ്റത്തെ മുലയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ആര്യാട് ദേശത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ശ്രീ ഭാർഗവൻ സാറിൻ്റെ വസതിയിലാണ്. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച പ്രശസ്തനായിട്ടുള്ള എൻ്റെ ഗുരുതുല്യനായിട്ടുള്ള അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. മുറ്റത്തെ മുലയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സാറിനെ സ്വാഗതം ചെയ്യുന്നു. സാറേ നമസ്കാരം. ഒരുപാട് സന്തോഷം. ഒത്തിരി കാലമായി സാറിന് നേരിട്ട്. സന്തോഷം, ഒരുപാട് സന്തോഷം. സാറിപ്പം ഈ ഒരു നാടക രചനയിലേക്ക് വന്നിട്ട് ഇപ്പം എത്ര വർഷമാകുന്നുണ്ട്? ഈ 2024 വന്ന് തിരിക്കുമ്പോഴത്തേക്കും എത്ര വർഷം പോയി? 50 വർഷത്തെ ഒരു പ്രവർത്തന പാരമ്പര്യം നാടക ചലച്ചിത്ര രംഗത്ത് എനിക്കുണ്ട്. ഒരു 20 വയസ്സ് തൊട്ടുള്ള 28 പുസ്തകങ്ങൾ നാടകവും സിനിമയുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുണ്ട്. 28 പുസ്തകങ്ങളുണ്ട്. അത് സിനിമയും നാടകവുമായി മാത്രം ബന്ധപ്പെട്ട പുസ്തകങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകനാടകത്തിൻ്റെ 2500 വർഷത്തെ ചരിത്രം ഉൾക്കൊള്ളുന്ന നാടക വിജ്ഞാനകോശം. അത് ശരിക്കും ഏഷ്യൻ ഭാഷകളിൽ ഞാൻ മാത്രമേ ആ പുസ്തകം എഴുതിയിട്ടുള്ളൂ. ബ്രിട്ടീഷുകാർ എഴുതിയിട്ടുണ്ട് ലോക നാടക ചരിത്രം. വേറെ ലോകരാജ്യത്ത് ഒരു രാജ്യക്കാരും നാടക വിജ്ഞാനകോശം എൻസൈക്ലോപ്പീഡിയ ഓഫ് വേൾഡ് ഡ്രാമ എന്ന് പറയുന്ന പുസ്തകം ആരും എഴുതിയിട്ടില്ല. ആ പുസ്തകം എഴുതാനുള്ള അത് 30 വർഷത്തെ ഒരു കഠിനാധ്വാനമാണ്. 30 വർഷത്തെ പഠനം കവാലൻ സാറാണ് അതിൻ്റെ സൂത്രധാരൻ. സാറാണ് അതിൻ്റെ എല്ലാ വഴി തുറന്നതെന്ന്. സാറിൻ്റെ കൂടെ ആയിരുന്നല്ല വർഷങ്ങളോളം. അപ്പോൾ സാറിൻ്റെ ഞാൻ എഴുതുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സാറിനെ കാണിക്കും. സാറ് പറഞ്ഞ് കുറേ കൂടെ വിശാലമായിട്ട് നമുക്ക് പഠിക്കണം. അങ്ങനെയാണ് ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയുമായി ബന്ധപ്പെട്ട് ജി ശങ്കരപ്പിള്ള സാറിൻ്റെ കൂടെ പോകുന്നതും ഡോക്ടർ വയലാവാസമുള്ള സാറ്, അങ്ങനെ കവാലൻ സാറ് ഇങ്ങനെ വന്ന് ഒരു 30 വർഷത്തെ ശരിക്കും ധ്വാനം ആ ഒരൊറ്റ പുസ്തകത്തിനുണ്ട്. അതിന് എൻസൈക്ലോപ്പീഡിയ വേൾഡ് ഡ്രാമയ്ക്ക് ഇംഗ്ലണ്ടിൻ്റെ 21st സെഞ്ച്വറി അവാർഡ്, ലോകരാഷ്ട്രങ്ങളിൽ കൊടുക്കുന്ന 10 പേർക്ക് കൊടുക്കുന്ന അവാർഡിൽ ഒരെണ്ണം 2005 എനിക്കായിരുന്നു ആ പുസ്തകത്തിന്. ഇന്ത്യയിലോ കേരളത്തിലോ വേണ്ട തരത്തിലൊരു അംഗീകാരം തരാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പൊന്നും തയ്യാറായില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. ചലച്ചിത്ര സംവിധായകൻ ഭരതന്റെ പേരിൽ വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡീസ് ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകുന്ന 14ാമത് ഹ്രസ്വ സിനിമാ മത്സരത്തിലേക്ക് എൻട്രികൾ ക്ഷണിച്ചു. മികച്ച കഴിഞ്ഞ വർഷം അത് കുറച്ച് പുസ്തകങ്ങൾ, 5-6 പുസ്തകങ്ങൾ അവർ അംഗീകരിച്ച് സ്കൂൾ വിദ്യാഭ്യാസ പാഠപുസ്തകത്തിലേക്കൊക്കെ എടുക്കുകയും സ്കൂൾ ലൈബ്രറികളിലേക്ക് കൊടുക്കുകയൊക്കെ ചെയ്താവുന്നൊരു. പക്ഷേ അതിൻ്റെ വേണ്ടത്ര ഒരു അംഗീകാരം തരാൻ കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ വേണ്ടത്ര ഒരു ശ്രദ്ധ അവർ കാണിച്ചില്ല എന്നുള്ളത്. ആകാശവാണി. ഇപ്പോൾ GS കൃപാൽ പാടുന്ന ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം MD അശോക്. തുളസി കതിരൊളി തൂകി വരൂ എന്നാരംഭിക്കുന്നു ആദ്യ ഗാനം. ഗാനരചന ആര്യാട് ഭാർഗവൻ. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് ചലച്ചിത്ര വിജ്ഞാനിക, ഇത് ലോക സിനിമയുടെ അടിസ്ഥാന പ്രമാണമാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ഇതിനകത്ത് സിനിമയെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഒന്നിന് പുറകെ ഒന്നായിട്ടത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അഭിനയത്തെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ, തിരക്കഥയെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ, ചലച്ചിത്ര സംവിധാനത്തെക്കുറിച്ചുള്ള എഡിറ്റിങ്, ഡബ്ബിങ്, മിക്സിങ്, ടൈറ്റിലിങ് തുടങ്ങി A to Z കാര്യങ്ങൾ സ്വയം പഠിക്കാവുന്ന വിധമാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. എനിക്ക് ഗുരുവായിട്ടുള്ള സ്റ്റാൻലി ജോസ് സാറിൻ്റെ ഭരതൻ സാറ് ഇവരുടെയൊക്കെ ശിക്ഷണത്തിൽ കുറേ കാര്യങ്ങൾ കിട്ടുകയും ബാക്കി വായിച്ചുള്ള അറിവുകളൊക്കെ ചേർത്തിട്ടാണ് ഇത് ഇറക്കാനുള്ള പ്രധാന കാരണം. നമ്മൾ വേൾഡ് ഡ്രാമാറ്റിക് സ്റ്റഡീസ് ആൻഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകങ്ങളില്ല.
അപ്പോൾ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടത്ര അറിവ് പകർന്നു കൊടുക്കാൻ കുറഞ്ഞ സമയം കൊണ്ട് സാറന്മാർക്ക് കഴിയുന്നില്ല. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇതിന് അടിസ്ഥാന പ്രമാണമായിട്ട് നമുക്ക് പുസ്തകങ്ങൾ വേണം. അത് കുറേ കാലമെടുത്തത് പാഠപുസ്തകങ്ങളാക്കുന്നത്. ഷോർട്ട് മാർക്കിങ്ങിനെ കുറിച്ചുണ്ട്, സംഭാഷണകലയെക്കുറിച്ചുണ്ട്, എല്ലാ സിനിമയും നാടകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കവിതാ പുസ്തകം ഉണ്ട്. അതാണ് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സാറ് 1-2 ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ നോട്ടീസിൽ വായിച്ചിരുന്നു. ആലപ്പുഴയ്ക്ക് വെളിയിലാണ് സാർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അത് ആലപ്പുഴയ്ക്ക് വെളിയിൽ അത് എങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് സാർ അത് നടത്തിക്കൊണ്ടത്? കഴിഞ്ഞ വർഷം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് 2 ദിവസത്തെ ക്യാമ്പ് നമ്മൾ സാക്ഷി എന്ന് പറയുന്ന അവർ എറണാകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ സംഘടനയാണ് സാക്ഷി എന്ന് പറയുന്നത്. തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ച് എന്നെ കൊണ്ട് നടപ്പിച്ചത്. ഒരു 60ഓളം കുട്ടികൾ, 50 പേർക്കാണ് നമ്മൾ പ്രവേശനം അനുവദിച്ചിരുന്നെങ്കിലും 10 പേർക്ക് അഡീഷണൽ കൊടുക്കേണ്ടി വന്ന 60 പേര്. അത് 2 ദിവസം കൊണ്ട് തന്നെ അവർ സിനിമയെക്കുറിച്ചുള്ള ആധികാരികമായ കാര്യങ്ങളെല്ലാം പഠിക്കാനും അതോടൊപ്പം തന്നെ എൻ്റെ ഈ 28 പുസ്തകങ്ങൾ 10-18ഓളം പുസ്തകങ്ങളുടെ കോപ്പികൾ ഞാൻ കൊണ്ടുപോയി. അതെല്ലാം അന്ന് ആ ക്യാമ്പിൽ അവരെടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തിരുവനന്തപുരത്ത്, തൃശ്ശൂർ, ഇന്ത്യ ഒട്ടാകെ നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അവതരിപ്പിക്കാൻ കാരണം നാടകവും സിനിമയുമായി ബന്ധപ്പെട്ട് നിന്നപ്പോൾ സോങ് ആൻഡ് ഡ്രാമ ഡിവിഷനിൽ എനിക്ക് ചലച്ചിത്ര സിനിമയുടെ നാടകത്തിൻ്റെ സംവിധായകനായിട്ടും അവതാരകനായിട്ടും ഒക്കെ ഒരു അവസരം കിട്ടി. സോങ് ആൻഡ് ഡ്രാമ ഡിവിഷൻ. അതിൻ്റെ പ്രധാന കാരണം നെഹ്റു യുവകേന്ദ്രയിൽ ഞാൻ അംഗമായിരുന്നു. നെഹ്റു യുവകേന്ദ്ര വഴി ജെയിൻ ജോർജ് എന്ന് പറയുന്ന എൻ്റെ കോർഡിനേറ്ററാണ് അതെല്ലാം ബന്ധപ്പെടുത്തി തരുന്നത്. അപ്പം ഞങ്ങൾ ഹരിദ്വാറിൽ പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അവിടുത്തെ മേളയോടനുബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വേദിയിൽ ഞങ്ങൾ 12 പേരാണ്, 8 ആണുങ്ങളും 4 പെൺകുട്ടികളും. അവിടെ പോയി അവതരിപ്പിക്കാനുള്ള അവസരം കിട്ടി. പിന്നെ മധ്യമ വ്യായോഗം, അത് മഹാകവി ഭാസൻ്റെ നാടകമാണ്, അത് അവതരിപ്പിക്കാൻ പറ്റി. അങ്ങനെ പല നാടകങ്ങളും എൻ്റെ രചനയിലും അല്ലാത്തതായ നാടകങ്ങളൊക്കെ നമുക്ക് ഇന്ത്യ ഒട്ടാകെ ഞാൻ 12 വർഷത്തോളം അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട്, അതൊക്കെ ഒരു അപൂർവ ഭാഗ്യം തന്നെയാണെന്ന് പറയാം. അഭിനയത്തിലേക്ക് വരുന്ന പുതിയ, അതായത് ഒന്നും അറിയാത്ത അഭിനയ ആഗ്രഹമുണ്ട് ഉള്ളിൽ, അങ്ങനെ വരുന്ന ആ കുട്ടികൾക്ക് സാറിന് കൊടുക്കാനായിട്ടുള്ള സന്ദേശം എന്താണ്? അതായത് കുട്ടികളുടെ അഭിനയ വാസന എല്ലാവരിലും ഉണ്ട്. ഒന്നല്ല മറ്റൊരു തരത്തിൽ എല്ലാ കുട്ടികളിലും അഭിനയം മാത്രമല്ല. ചിലപ്പോൾ പാടാനായിരിക്കും, ചിലപ്പോൾ ചിത്രം വരയ്ക്കാനായിരിക്കും, ചിലപ്പോൾ അഭിനയിക്കാനായിരിക്കും, ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും. അവരിൽ പല പല കഴിവുകളാണുള്ളത്. ഇത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചുള്ള പരിശീലനം വളരെ ചെറുപ്പത്തിലേ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ, ഇപ്പോൾ ഇവിടെ പഠിച്ച ഒരുപാട് കുട്ടികൾ ഇന്ന് സിനിമാ ഫീൽഡിലുണ്ട്. പേര് പറഞ്ഞാൽ ഒരുപാട് അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ ഇവിടെ പഠിച്ചവരുണ്ട്. അത് ശാസ്ത്രീയമായ ആ പരിശീലനം ചെറുപ്പം തൊട്ടേ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അഭിനയകലയാണ്, അഭിനയകലയുടെ അടിസ്ഥാന പ്രമാണം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകം ആണ് നാട്യശാസ്ത്രമാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം നമ്മൾ എടുത്തിട്ട് ലളിതമാക്കിയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതിയിരിക്കുകയാണ്. ഇത് നമുക്ക് ഒരാഴ്ച കൊണ്ട് അവരെ പഠിപ്പിച്ചെടുക്കാൻ പറ്റും. ബാക്കി സ്വയം വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാവുന്ന. ഇപ്പം അഭിനയകല പഠിക്കുന്നവർ അതിൻ്റെ ആംഗികം, വാചികം, സാത്വികം, ആഹാര്യം എന്ന ചതുർവിധ അഭിനയമാണ്. ആംഗികം എന്ന് പറഞ്ഞാൽ അംഗോപാംഗ ചലനങ്ങൾ, നമ്മുടെ ശരീരത്തിലെ അംഗങ്ങൾ, തല, കൈ, കാല്, മാറിടം, പാർശ്വ, അരക്കെട്ട് എന്നുള്ള 6 അംഗങ്ങളും 6 ഉപാംഗങ്ങളും ഉണ്ട്. കണ്ണ്, മൂക്ക്, ചുണ്ട്, പുരികം, കവിൾ, താടി. ഇപ്പോൾ ഇതിൻ്റെ ചെറിയ എക്സർസൈസുകൾ നമ്മൾ ആദ്യം കുട്ടികൾക്ക് കൊടുക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാവമാണ്. രതി, ഹാസം, ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, വിസ്മയം, നിർവേദം എന്ന് 9 ഭാവങ്ങളുണ്ട്. ഭാവാനുഭാവ വ്യഭിചാരി സംയോഗാത് രസനിഷ്പത്തി എന്നാണ്. നമ്മൾ രസം കാണുമ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞ് കൈയടിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുന്ന നടൻ്റെ മുഖത്ത് നോക്കി അറിയാം, ആ ഭാവം ഇങ്ങനെ മിന്നിമറിഞ്ഞ് വരും. ഇതൊക്കെ കുട്ടികൾക്ക് എന്താണ് എന്ന് തിയറി പറയുന്നില്ല, പ്രാക്ടിക്കലാണ് നമ്മൾ കൊടുക്കുക. കഥാപാത്രങ്ങളിലേക്ക് അവർ സന്നിവേശിപ്പിക്കാനുള്ള ഒരു അവബോധം കുട്ടികൾക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഈ അഭിനയം
താല്പര്യമുള്ള കുട്ടികളിലേക്ക് നമ്മൾ കൊടുക്കുന്നത്.